ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജീവിത വിജയം സർവപ്രധാനം എന്നുള്ള ധ്യാനചിന്ത നമ്മൾ തുടരുകയാണ്. നമ്മൾ കാണുകയുണ്ടായി, ജീവിത വിജയം 100% ഉറപ്പിക്കുന്ന കാര്യമാണ് കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നത്. അതുപോലെ തന്നെ ജീവിത പരാജയം സമ്മാനിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് ഒന്നാം കൽപ്പനയെക്കുറിച്ചാണ്. ഈ കൽപ്പനയുടെ ലംഘനം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ അടിവേരറക്കുന്ന ഒരു കാര്യമാണ്. അപ്രകാരമാണ് ഈ കൽപ്പനയെ ദൈവവചനം അവതരിപ്പിച്ചിരിക്കുന്നത്. ലേവ്യരുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, അന്യദൈവങ്ങളെ നീ ആരാധിച്ചാൽ ഞാൻ നിങ്ങളിൽ നിന്നും മുഖം തിരിക്കും. അതാരാണെങ്കിലും അവനിൽ നിന്ന് ദൈവം മുഖം തിരിക്കും. മാത്രമല്ല, നിന്നെ ഞാൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിച്ചു കളയും. അതുകൊണ്ടാണ് ഒന്നാം കൽപ്പനയുടെ ലംഘനം അടിവേരറക്കുന്ന പാപമാണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഒരു സംഭവം ഞാൻ ഓർക്കുന്ന, ഒരു സ്ത്രീ പറഞ്ഞതാണ്, അവരുടെ ഭർത്താവ് അവർക്ക് വീട്ടിലേക്ക് ഒരു വഴി അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കിട്ടാൻ ആഗ്രഹിച്ച് മുന്നോട്ട് പോയപ്പോൾ അവിടെയെല്ലാം തടസ്സം. ഈ തടസ്സം വന്നപ്പോൾ ആരോ പറഞ്ഞു, ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തടസ്സം മാറിക്കിട്ടും. ഇവരുടെ ഭർത്താവ് അത് കേട്ട് പോയി ഒരു പൂജാരിയുടെ അടുത്താണ് പോയത്. അവിടെ പോയി അവർ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു. ഇവർക്ക് വീട്ടിലേക്ക് ഒരു വഴി അത് കിട്ടുകയും ചെയ്തു. ആ തടസ്സം മാറി വഴി കിട്ടിയതോടെ ഈ മനുഷ്യന് ഭയങ്കര വിശ്വാസമായി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. പിന്നീട് എന്ത് കാര്യം ചെയ്യണമെങ്കിലും പൂജാരി പറയുന്ന അനുസരിച്ച് ചെയ്യത്തുള്ളൂ. ഈ പുള്ളിക്കാരത്തി പറയാണ്, എന്നെയും ഒരു പ്രാവശ്യം കൊണ്ടുപോയി. ഞാൻ അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഒരു പ്രാവശ്യം പോയി. അതോടെ ഞാൻ ആ പരിപാടി നിർത്തി. എനിക്ക് മനസ്സിലായി ഇത് നമ്മുടെ വിശ്വാസവുമായിട്ട് ചേർന്ന് പോകുന്നതല്ല. അതുകൊണ്ട് ഞാൻ ഇനി എന്നെ കൊന്നാലും വരില്ല എന്ന് പറഞ്ഞു. ഈ സ്ത്രീ പറഞ്ഞത്, എൻ്റെ ഭർത്താവ് അതിനുശേഷവും ഈ പൂജാരിയുമായിട്ടുള്ള ആ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് പോയി. എന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ ശരിയാണ്, ഞങ്ങൾക്ക് വഴി കിട്ടി, അങ്ങനെയുള്ള ചില തടസ്സങ്ങൾ മാറിക്കിട്ടി. പക്ഷെ അച്ഛനറിയാമോ, ഞങ്ങൾക്ക് 3 മക്കളുണ്ട്. അതിൽ ഒരാളുടെ പോലും വിവാഹം നടന്നിട്ടില്ല. ഓരോരോ കാരണങ്ങൾ. ഇനി വിവാഹം ആഗ്രഹിക്കുന്നവരുടെ വിവാഹം നടക്കുന്നില്ല. ഇനി മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം അവരോട് പറഞ്ഞിട്ട് അവർക്ക് വിവാഹം വേണമെന്നില്ല. അതുകൊണ്ട് ഈ സ്ത്രീ പറഞ്ഞ ഒരു കാര്യം, വഴി കിട്ടിയെന്ന് വിചാരിച്ച്, ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ മാറിയെന്ന് വിചാരിച്ച് ഞങ്ങൾ രക്ഷപ്പെട്ടോ? അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളിലേക്കാണ് ഞങ്ങൾ നയിക്കപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ഒന്നാം കൽപ്പനയുടെ ലംഘനം വളരെ ഗൗരവമുള്ളതാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 10 കൽപ്പനകളെക്കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്ന വചനഭാഗം എടുക്കുമ്പോൾ പുറപ്പാട് 20-ാം അധ്യായത്തിൻ്റെ 5 മുതൽ അതുപോലെ 34-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനം, ഒന്നാം കൽപ്പനയുടെ ലംഘനത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുത്. ഇതാണ് ഒന്നാം കൽപ്പനയായിട്ട് ദൈവം നൽകിയിരിക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2084 മുതലുള്ള പാരഗ്രാഫുകൾ വായിച്ചാൽ ഒന്നാം കൽപ്പനയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കുറേയേറെ കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഏതെല്ലാം വിധത്തിലാണ് ഒന്നാം കൽപ്പന ലംഘിക്കപ്പെടുന്നത് കൃത്യമായിട്ട് സഭ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. ഒന്നാം കൽപ്പന ആശ്ലേഷിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഫെയ്ത്ത്, ഹോപ്പ്, ചാരിറ്റി. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഈ 3 കാര്യങ്ങളെ ആശ്ലേഷിക്കുന്നതാണ് ഒന്നാം കൽപ്പന. അപ്പം ഈ കൽപ്പനയുടെ ലംഘനം വരുമ്പോൾ ഈ മേഖലകളിലെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഒന്നാമത്തെ കാര്യമാണ് വിശ്വാസം. ഇതിനെതിരായി വരുന്ന ചില പാപങ്ങളെക്കുറിച്ച് സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന് വോളണ്ടറി ഡൗട്ട്. യാക്കോബ് 1-ാം അധ്യായം 6-ാമത്തെ വചനം പറയുന്നുണ്ട്, സംശയിക്കുന്നവർക്ക് കർത്താവിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാനാവില്ല. നമ്മളായിട്ട് ഈ സംശയദൃഷ്ടിയോടുകൂടി പോകുന്ന ഒരവസ്ഥ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിച്ചെന്ന് വരില്ല. രണ്ടാമതൊന്ന് നമുക്ക് കാണാൻ സാധിക്കും, ഇൻവോളണ്ടറി ഡൗട്ട്. നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല എങ്കിലും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചില സംശയങ്ങൾ. ചില വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ പോലും വിശ്വാസത്തിൻ്റെ മേഖലയിൽ ഒരിടയ്ക്ക് സംശയം കയറി വന്ന വ്യക്തികളുണ്ട്. ഞാനിതെല്ലാം വിശ്വസിച്ചത് വെറുതെ ആയോ എന്ന് ചിന്തിച്ച ചില വിശുദ്ധരെക്കുറിച്ച്, പ്രഗത്ഭരായ വിശുദ്ധരെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അവരതിനെ മറികടന്നു. അതുകൊണ്ടാണ് അവർക്ക് വിശുദ്ധരാകാൻ സാധിച്ചത്. മൂന്നാമതൊരു കാര്യം കൂടി സഭ പറയുന്നുണ്ട്, അതാണ് ഇൻക്രെഡുലിറ്റി എന്ന് പറഞ്ഞാൽ വിശ്വാസ സത്യങ്ങൾ നിഷേധിക്കുന്നത്. അതിനാണ്
ഇൻക്രെഡുലിറ്റി എന്ന് പറയുക. ഇവയെല്ലാം വിശ്വാസത്തിനെതിരായിട്ടുള്ള പാപങ്ങളാണ്. പ്രത്യാശയ്ക്കെതിരായിട്ടുള്ള പാപങ്ങളുണ്ട്. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് നിരാശ, രണ്ടാമത്തേത് ഔദ്ധത്യം. ഇത് രണ്ടും പ്രത്യാശയ്ക്ക് എതിരായിട്ടുള്ള പാപങ്ങളാണ്. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 4-5 വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, കഷ്ടത നമുക്ക് സഹനശീലം തരും, സഹനശീലം നമുക്ക് ആത്മനിയന്ത്രണം തരും, ആത്മനിയന്ത്രണം നമുക്ക് പ്രത്യാശ തരും. പ്രത്യാശ ഉള്ളവർക്ക് നിരാശ ഉണ്ടാകില്ല. പറയുന്നുണ്ട് നാം വളർത്തിയെടുക്കണം എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കാം. ഔദ്ധത്യം രണ്ട് രീതിയിൽ സംഭവിക്കാം. നമ്മൾ കാണുന്നുണ്ട് തീമോത്തിക്ക് എഴുതിയ ലേഖനം വായിക്കുമ്പോൾ, അതുപോലെ തന്നെ യാക്കോസ്ലിയായുടെ ലേഖനം വായിക്കുമ്പോഴെല്ലാം ഈ ഔദ്ധത്യത്തെക്കുറിച്ച്, ധനവാന്മാര് ഔദ്ധത്യം വെടിയണം എന്നിട്ട് എളിമപ്പെടണം എന്നവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കുറച്ചുകൂടെ വ്യക്തത കിട്ടണമെങ്കിൽ ഔദ്ധത്യം എന്ന് പറഞ്ഞാൽ അഹങ്കാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. രണ്ട് രീതിയിൽ ഇത് പ്രകടമാകാം. ഒന്ന്, ഞാൻ ദൈവത്തെ കൂടാതെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്നത്. രണ്ടാമത്തേത്, ഞാനൊന്നും ചെയ്തില്ലേലും ദൈവം എല്ലാം ചെയ്തുകൊള്ളും എന്ന് ചിന്തിക്കുന്നത്. രണ്ടും ശരിയല്ല, ഔദ്ധത്യമാണ് എന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. മൂന്നാമത്തെ കാര്യമാണ് സ്നേഹത്തിനെതിരായിട്ടുള്ള പാപങ്ങൾ. ഏതാനും ചില പാപങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാണ് നിസ്സംഗത, ലൂക്വാമായിട്ട് ജീവിക്കുന്ന അവസ്ഥ. രണ്ടാമത്തേതാണ് നന്ദികേട്, ഇൻഗ്രാറ്റിറ്റ്യൂഡ്. ദൈവം ചെയ്ത നന്മകൾ മറന്നിട്ട് നന്ദികെട്ട ജനത്തെ പോലെ നമ്മൾ ജീവിക്കുന്നത്. ഹോസിയ 11-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഇതേക്കുറിച്ച് ഒരു സൂചന നമുക്ക് കാണാൻ പറ്റും. മൂന്നാമത്തേതാണ് അന്ധവിശ്വാസങ്ങൾ. അന്ധവിശ്വാസങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുത്തുകൊണ്ട് വിശ്വാസം ജീവിക്കുന്നതിനേക്കാൾ അന്ധവിശ്വാസങ്ങളാൽ നയിക്കപ്പെടുന്ന ആ ഒരവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഈ മൂന്ന് മേഖലയിലും വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഒന്നാം കൽപ്പനയുടെ ലംഘനം ഇനിയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ നമുക്ക് പ്രത്യേകം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മൾ ഇന്നൊരു കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത്, ഒന്നാം കൽപ്പന ലംഘിച്ച വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ദൈവകരുണ ലഭിക്കേണ്ടതിന് ഈ പ്രതിഷ്ഠാ ജപത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യൻ്റെ വിജയം ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന് അരുൾ ചെയ്ത ദൈവമേ, അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. ഞങ്ങളുടെ അധ്വാനം ഫലമണിയേണ്ടതിന് അവിടുത്തെ ആശീർവാദം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കാനും ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങളും വിജയം കാണാനും അങ്ങയുടെ സഹായവും സംരക്ഷണവും ഞങ്ങൾക്ക് നൽകണമേ. പരാജയത്തിന് വഴി തുറക്കുന്ന അഹങ്കാരവും മറ്റു പാപപ്രവൃത്തികളും വെടിഞ്ഞ് ദൈവാശ്രയത്വത്തിലും പരസ്നേഹ പ്രവൃത്തികളിലും വേരുപാകി അടിയുറയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റെന്തിനേക്കാൾ ഉപരിയായി ജീവിത വിജയം ലക്ഷ്യമാക്കാനും അങ്ങയുടെ സഹായത്താൽ അത് കൈവരിക്കാനും ഞങ്ങൾക്ക് കഴിയട്ടെ. ആമേൻ. ഇതിൻ്റെ എല്ലാ ആവശ്യങ്ങളും ഇന്നത്തെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനും നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇന്നേ ദിനം അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ ഉയർത്തുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും അവിടുന്ന് കൈക്കൊള്ളണമേ. ഈശോയെ, അവിടുത്തെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ ജീവിതം വിജയം കാണുവാൻ അങ്ങ് ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.